ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് മിക്സ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയേണ്ടത്, ഇതിനൊക്കെ അധികവും തന്നെ വരുന്നത് ഓർഗൻസയിൽ വരുന്ന സാരികളാണ്. ഒരു പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. പല കളർ ഓർഗൻസയിൽ ഞാൻ കൊണ്ടുവന്നതാണ്. ഓർഗൻസയ്ക്കടുത്ത് നല്ല കസവിൻ്റെ ഒരു കാഞ്ചീപുരം ബോർഡർ പോലെയൊക്കെ വരുന്ന സാരികളാണ്. അധികം ഒരു ബനാറസി ബോർഡറൊക്കെയാണ് കിട്ടുന്നത്. അങ്ങനത്തെ സാരികളാണ് അന്ന് കൊണ്ടുവന്നപ്പോൾ ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഒത്തിരി സാരികളില്ലായിരുന്നു. ഇന്ന് കുറച്ചും കൂടി കിട്ടിയിട്ടുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ സാരികൾ നിങ്ങളെ കാണിച്ചു തരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് കളക്ഷൻസിലേക്ക് പോകാം കേട്ടോ. സാരി ഞാൻ വിടുത്തുന്നില്ല, കണ്ടോ. ഈ സാരി ഞാൻ വിടുത്തിയപ്പോഴേ എല്ലാം കൂടെ വിടുന്നു പോയി, കണ്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സാരി ഞാൻ വിടുത്തി കാണിക്കാം. എല്ലാം സോഫ്റ്റ് ഓർഗൻസയാണ് കേട്ടോ. ഇത് കണ്ട സോഫ്റ്റ് ഓർഗൻസയിൽ വരുന്ന സാരിയാണ്. അതുകൊണ്ട് നമുക്കിത് ഒതുക്കി ഉടുക്കാൻ പറ്റും, കണ്ടോ. വെച്ചാൽ വെച്ചവിടെ തിരിക്കും, ഇങ്ങനെയാണ് വരുന്നത്. അല്ലാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് റഫായിട്ട് ഇങ്ങനെ പൊങ്ങി ഇരിക്കുന്ന ടൈപ്പ് അല്ല. ഇത് ഉടുത്താലും ഉടുത്തിരിക്കും, കണ്ടോ. നിങ്ങൾക്ക് ഒത്തിരി പൊങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? അതാ ഞാൻ കൈ പോലും പിടിച്ചിട്ടില്ല, നോക്കിക്കേ. ഇങ്ങനെ ഇരിക്കുന്ന സാരിയാണ്, കണ്ടോ. തളർന്ന് ഇങ്ങനെ ഇരിക്കുന്ന സാരിയാണ്. അല്ലാതെ ഇതുപോലെ ഇങ്ങനെ സ്റ്റിഫ് ചിലത് ഓർഗൻസ് അത് അങ്ങനെ പൊങ്ങി ഇങ്ങനെ ഇരിക്കും, അങ്ങനത്തെ സാരിയല്ല കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഒരു സാരി ഞാൻ നിവർത്തി കാണിക്കാം. ഇതാണ് സാരി വരുന്നത്, ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. പിന്നെ ഇതിൻ്റെ ബോർഡർ നോക്കിക്കേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത്. ബനാറസി ബോർഡറാണ് കിട്ടുന്നത് നമുക്ക് കേട്ടോ. ഇത് നല്ല റോയൽ ബ്ലൂ ആണ് കളറ്. ഇതാ ഇങ്ങനെ ബോർഡർ കിട്ടും. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മുന്താണിയുടെ തുമ്പത്തൊക്കെ നോക്കിക്കാൻ നല്ല ടാസിൽസ് ഒക്കെ കെട്ടിയിട്ടിട്ട് നല്ല ഗോൾഡൻ ബോർഡർ ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സാരിക്കൊക്കെ നമുക്ക് റണ്ണിങ്ങിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ബ്ലൗസ് പീസ് നിങ്ങൾ വെട്ടുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും സാരി വേറൊരു നല്ല നിങ്ങൾക്ക് വീതി നീളമുള്ള ഒരു സാരി, വീതി ഇതിനുണ്ട്, നീളമാണ് എല്ലാവർക്കും പ്രശ്നം വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടി കൂടിയവർക്ക് നീളം കുറവാകും സാരിയുടെ ബ്ലൗസ്. നോർമൽ സാരിയുടെ തന്നെ ബ്ലൗസ് മുറിച്ചാലും. അപ്പോൾ നിങ്ങൾ ബ്ലൗസ് ഒന്ന് നോക്കിയിട്ട് മാത്രം ബ്ലൗസ് മുറിക്കാവുള്ളൂ കേട്ടോ. ഇങ്ങനെ ബോർഡർ ഇങ്ങനെ വരും. ഇവിടം വരെ ഇവിടം മുതലേ ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെ ഒരു കസവ് വരും. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പം കൂടുതൽ കസവ്, അങ്ങനെയാണ് വരുന്നത് കണ്ടോ. ശരിക്കുള്ള ഒരു ബനാറസി ബോർഡറാണ് വരുന്നത്. ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു സാരി ഞാൻ നന്നായിട്ട് നിവർത്തി കാണിച്ചു. ഇതാണ് സാരി കണ്ടോ. ഇപ്പം കാണിച്ച സാരിയുടെ കളർ ചേഞ്ചാണ്. പർപ്പിൾ കളറിൽ വരുന്ന സാരിയാണ്, സെയിം സാരിയാണ് കേട്ടോ. ഞാൻ സാരി എല്ലാം കൂടെ അതുകൊണ്ടാണ് നിവർത്താത്തത്. ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് കണ്ടോ. ബനാറസി ബോർഡറാണ് കിട്ടുന്നത് കണ്ടോ. ഇങ്ങനെയാണ് ബോർഡർ വരുന്നത്. ഇതാണ് മേളിലെ ബോർഡർ. മുകളിലെ ബോർഡർ ചെറുതും ഉള്ളിൽ സൈഡിലെ ബോർഡർ വലുതുമായിട്ടാണ് വരുന്നത്. ഇനി ഇതിൻ്റെ മുന്താണി പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. ലൈനിൽ ഇത് കണ്ടോ. രണ്ട് സൈഡിലും ബോർഡറും വെച്ചിട്ട് ഈ സൈഡിൽ വലിയ ബോർഡർ തന്നെ കിട്ടും. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് എല്ലാത്തിനും റണ്ണിങ് ആണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുറിക്കുക. കാരണം ഇത് ഓർഗൻസയാണ് മെറ്റീരിയൽ. ഇതിന് ബ്ലൗസ് തയ്ച്ചാൽ തന്നെയും നമ്മൾക്ക് നല്ല ലൈനിങ് ഒക്കെ ഇട്ട് തയ്ക്കേണ്ടി വരും. ഈ സാരിക്ക് റേറ്റ് ഞാൻ വളരെ കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. എല്ലാ സാരിയുടെയും റേറ്റ് വരുന്നത് 730 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ജെൻസ് സാരിയൊക്കെ നമ്മൾ എവിടെ മേടിക്കാൻ പോയാലും 1000-ൻ്റെ താഴെ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല, ഞാൻ ഉറപ്പായിട്ടും പറയുന്നു കേട്ടോ. ഇത് ഞാൻ വെറും 730 രൂപയ്ക്കാണ് ഈ സാരികളൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ആദ്യം ഞാൻ കാണിച്ചത് റോയൽ ബ്ലൂ ആയിരുന്നു. പക്ഷേ ഇത് നോക്കിക്കേ, ഇതിൻ്റെ കളർ റോയൽ ബ്ലൂ അല്ല. ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കാണരുതോ, ഈ കാണുന്നതാണ് കളർ. ഇതിൻ്റെ ഭയങ്കര ലൈറ്റാണ് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കൈ ബ്ലൂവിൻ്റെ ഡാർക്ക്, അങ്ങനത്തെ ഒരു കളറാണ് ഇതിന് വരുന്നത് കേട്ടോ. സ്കൈ ബ്ലൂവിൻ്റെ കുറച്ച് ഡാർക്ക് കളർ, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ സാരി കാണാൻ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ വരുന്ന ബോർഡർ നോക്കിക്കേ, നേവി ബ്ലൂവിലേക്ക് കലർന്നിട്ടൊരു ബോർഡർ കണ്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഈ കളർ വരുന്നത് സ്കൈ ബ്ലൂ ആണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാൻ കേട്ടോ. ഇതും ഭയങ്കര ബ്ലൂ ആയിട്ടാണ് കിട്ടുന്നത്. ഇതല്ല കേട്ടോ കളർ, സ്കൈ ബ്ലൂവിൻ്റെ ഡാർക്കാണ് കളർ. എന്നിട്ട് ഇതാണ് ബോർഡർ വരുന്നത്. ഇങ്ങനെ വരും ബോർഡർ. മുന്താണി ഇത് വരും. ഇതാണ് മുന്താണി വരുന്നത്. നല്ല ടാസിൽസൊക്കെ എല്ലാത്തിലും കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിക്ക് ടാസിൽസൊക്കെ ഉണ്ട് എല്ലാ സാരിയിലും.
നെക്സ്റ്റ് സാരി നോക്കിയിട്ട് ഇതാണ് സാരി കണ്ടോ. ഇതിൻ്റെ അരികത്ത് ബ്ലൂ ആണ്, എന്നിട്ട് ഇതാ ഇവിടെ ഒരു കസവിൻ്റെ ബോർഡർ കിട്ടും. പിന്നെ ഇതാ ഉള്ളിൽ ബ്ലാക്ക് ആണ് കളർ. ഈ ബ്ലാക്കിൽ മുഴുവനും ഈ കാണുന്നത് മുഴുവനും കണ്ട എംബ്രോയിഡറിയുടെ വർക്കാണ് ഈ കാണുന്നത് കേട്ടോ. അതിങ്ങനെ ഫുള്ള് സാരിയിൽ വിട്ടിട്ട് ഇങ്ങനെയുണ്ട് കണ്ടോ. എന്നിട്ട് ഈ തുമ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഇതാ ബോർഡർ കിട്ടുക. ഇങ്ങനെ വരും ബോർഡർ. ഇത് ഗോൾഡൻ ആണ് കേട്ടോ. ഇത് കുറച്ച് എന്താണ് വീഡിയോയിൽ ഒരു മഞ്ഞ പോലെ വരുന്നുണ്ട്, അങ്ങനെയല്ല. ഇത് ശരിക്കുള്ള ഗോൾഡൻ കളർ മാത്രമേ ഉള്ളൂ കേട്ടോ, ഒട്ടും മഞ്ഞയില്ല കേട്ടോ. ഇത് ഫുള്ള് കണ്ട, ഇത് മുഴുവനും എംബ്രോയിഡറി വർക്ക് വന്നിട്ട് നോക്കുമ്പോൾ എനിക്കിത് ഭയങ്കര ഒരു മഞ്ഞ പോലെ വരുമ്പോൾ ഇത് വൃത്തികേടായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഒട്ടുമില്ല, ഇത് ഗോൾഡൻ ആണ് കളർ കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഈ സാരി വരിക കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ, നല്ല വർക്കും കണ്ടോ. ഉള്ളിൽ ഫുള്ള് ഈ വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുന്താണി ഇതാണ്, ഈ കാണുന്നതാണ് ഇതിൻ്റെ മുന്താണി കണ്ടോ. ഇങ്ങനെ വരും. മുന്താണി പാർട്ട് ഈ കാണുന്നതാണ് ഇതിൻ്റെ മുന്താണി പാർട്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതുപോലെ വരും. അതിനകത്ത് ആ വർക്ക് കാണത്തില്ല കേട്ടോ. ബ്ലാക്കിനകത്ത് ഈ ഗോൾഡൻ്റെ ബോർഡർ മാത്രമേ കാണുകയുള്ളൂ ബ്ലാക്കിനകത്ത്. അപ്പോൾ ആ ഉള്ളിലുള്ള എംബ്രോയിഡറി വർക്കില്ലേ, ഈ വർക്ക്, അത് ബ്ലൗസിൽ കാണത്തില്ല. എല്ലാ സാരികളുടെയും റേറ്റ് 730 കേട്ടോ. നെക്സ്റ്റ് സാരി ഇത് ഷിബോരിയിൽ വരുന്ന സാരിയാണ് കണ്ടോ. ഓർഗൻസയിൽ തന്നെ ഷിബോരിയിൽ വരുന്ന സാരിയാണ് കണ്ടോ. ഷിബോരി പ്രിൻ്റാണ് ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ പോയിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെ എന്നിട്ട് ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ ഇതുപോലെ ബോർഡർ വരും. ബനാറസി ബോർഡറാണ് ബോർഡറിൽ കിട്ടുന്നത് കണ്ടോ. ഉള്ളിൽ ഷിബോരി പ്രിന്റ്, മുന്താണി വരും. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ആയിട്ട് മുന്താണി വരും കണ്ടോ. ഇതൊരു ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് കളർ കേട്ടോ. ലൈറ്റും ഡാർക്കും കൂടെ കുറച്ച് മിക്സ് ആയിട്ട്. ഇത് ഷിബോരി പ്രിന്റ് ആകുമ്പോൾ അങ്ങനെ ഒരു കളർ അല്ലല്ലോ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 2 കളർ വിട്ടിട്ടാണല്ലോ അതിൻ്റെ പ്രിന്റ് വരുന്നത്. അത് അങ്ങനെ കിട്ടും കേട്ടോ ഈ സാരി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 730 സാരി. ഇതാണ് പ്രിന്റ് വരുന്നത്. എന്നിട്ട് തുമ്പത്ത് കാഞ്ചീപുരത്തിൻ്റെ ബനാറസി ബോർഡറും കിട്ടും. സാരി അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡാണ്, അതുകൊണ്ട് ഞാൻ സാരി നിവർത്തുന്നില്ല. അതായത് ഇതാണ് ഷെയ്ഡ് വരുന്നത് കണ്ടോ. കളർ ഇതാണ് വരുന്നത്. ബോർഡർ ഇങ്ങനെ വരും. മേളിൽ ചെറിയ ബോർഡർ വരും, താഴത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ വലിയ ബോർഡർ വരും. മോളിൽ ചെറിയ ബോർഡറും താഴത്തേക്ക് വലിയ ബോർഡറും. കളർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. എന്താ മുന്താണി ഇങ്ങനെ ലൈൻ പാറ്റേണിലാണ് വരുന്നത് കണ്ടോ. ഫുള്ള് കസവിൻ്റെ ലൈൻസാണ് മുന്താണിയിൽ വരുന്നത്. തുമ്പത്ത് ടാസിൽസ് ഒക്കെ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടാസിൽസ് ഇങ്ങനെയാണ് വരുന്നത്. എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് 730 കേട്ടോ. മേളിൽ ചെറിയ ബോർഡറാണ്, താഴത്തേക്ക് കുറച്ചും കൂടെ വലിയ ബോർഡർ വരും. നെക്സ്റ്റ് സാരി ഇതാണ്. ഇത് ഓർഗൻസ അല്ല, ഇത് ക്രേപ്പ് സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ. ഇതാ കണ്ടോ, ഇതാണ് മെറ്റീരിയൽ. അരികത്തെ ബോർഡർ നോക്കിയാൽ ഇങ്ങനെയാണ് ബോർഡർ വരുന്നത്. ഈ സൈഡിലെ ബോർഡർ ഇങ്ങനെ വരും. ക്രേപ്പ് കണ്ടോ, ക്രേപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ക്രേപ്പ് മെറ്റീരിയൽ ഇങ്ങനെ വരും കണ്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതാണ് മെറ്റീരിയൽ. ഇതെങ്ങനെയാണ് സാരിയുടെ പാറ്റേൺ വരുന്നത്. ഇതെങ്ങനെയാണ് വരും സാരി. നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് കളർ കേട്ടോ. മുന്താണിയിൽ
ഫോളോ ചെയ്യുവാണ് കേട്ടോ. മുന്താണിയിൽ ഇവിടെ വരുന്ന ഈ ബോർഡർ ഇല്ലേ, ഇത് തന്നെയാണ് മുന്താണിയിൽ ഇങ്ങനെ തുമ്പത്ത് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് മുന്താണി വരുന്നത്. ഇങ്ങനെ നല്ല അടിപൊളി സാരിയാണ് കേട്ടോ. ക്രേപ്പ് സിൽക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റേറ്റിന് കിട്ടുന്ന സാരികളാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ ഞാനിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതിനൊക്കെ എനിക്ക് വില കൂട്ടി ഇടാൻ വേണമെങ്കിൽ, പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അതാ ബ്ലൗസ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. സെയിം ബോർഡറിൽ കയ്യിൽ വെക്കാനായിട്ട് തൈ ബോർഡർ കിട്ടും. ബ്ലൗസ് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് സാരി. ഇത്രയും സാരികളാണ് നമ്മളുടെ കയ്യിലുള്ളത്. എല്ലാ സാരിക്കും ഞാൻ പറഞ്ഞു ഒരേ റേറ്റേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. 730 രൂപയാണ് എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് എല്ലാത്തിനും 50 റുപ്പീസ് എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ. നമ്മൾ കടയിൽ വാങ്ങിക്കാൻ ചെന്നാൽ 2000 രൂപയ്ക്ക് പോലും കിട്ടത്തില്ല കേട്ടോ. ക്രേപ്പ് സിൽക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വില വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മളുടെ സാരികൾ എന്നുള്ളത്. എല്ലാവർക്കും സാരികൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വില അതിലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്തോളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.